അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുദ്ധത്തെ സ്വീകരിക്കുമാറാകട്ടെ. പാരത്രിക ലോകത്ത് അവൻ്റെ പവിത്രമായ സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം വിശുദ്ധമായ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നൽകുമാറാകട്ടെ. സൂറത്തുൻ നിസായിലെ 15, 16 രണ്ട് ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. ഈ രണ്ട് ആയത്തുകളുടെ പ്രത്യേകത, ഈ രണ്ട് ആയത്തിൽ പറയപ്പെടുന്ന നിയമം നിലവിലില്ലാത്ത നിയമമാണ്, അസ്ഥിരപ്പെടുത്തപ്പെട്ട നിയമമാണ്. ആരംഭ സമയത്ത് ഈ നിയമം നടപ്പിലായിരുന്നു. പിന്നീട് കർശനമായ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഈ ആയത്തിൽ പറയപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്, ആ രണ്ട് നിയമങ്ങളും അസ്ഥിരപ്പെടുത്തപ്പെട്ടത്. ശ്രദ്ധിച്ച് കേൾക്കുക. വല്ലാത്തി യഅ്തീനൽ ഫാഹിശത മിൻ നിസാഇകും, നിങ്ങളുടെ സ്ത്രീകളിൽ അഥവാ ഭാര്യമാരിൽ ആരെങ്കിലും അവിഹിത വൃത്തിയിൽ ഏർപ്പെടുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്തശ്ഹിദൂ അലൈഹിന്ന അർബഅതൻ മിൻകും, നീതിമാന്മാരായ നിങ്ങളിൽ നിന്ന് തന്നെ 4 സാക്ഷികളെ നിങ്ങൾ ഹാജരാക്കണം. ഭാര്യ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു, അന്യപുരുഷന്മാരുമായി വേഴ്ചയിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് സ്ഥിരപ്പെടുത്തുന്നതിന് നിങ്ങൾ 4 സാക്ഷികളെ കൊണ്ടുവരണം. 4 സാക്ഷികളെ നിങ്ങൾ ഹാജരാക്കണം. ഇങ്ങനെ ആ 4 സാക്ഷികളും സാക്ഷ്യം വഹിച്ചു, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു എന്ന് 4 സാക്ഷികൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്താൽ ആ ഭാര്യമാരെ നിങ്ങൾ വീടുകളിൽ തടഞ്ഞു വെക്കണം. ഏതുവരെ? അവർക്ക് മരണം എത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെ വീടിന്റെ പുറത്തേക്ക് അവരെ ഇറക്കി വിടാൻ പാടില്ല, അവരെ വീട്ടിൽ നിങ്ങൾ തടഞ്ഞു വെക്കണം എന്ന് ആദ്യത്തെ നിയമം. അല്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു എന്തെങ്കിലും വഴി തുറന്നു കൊടുക്കുന്നത് വരെ, അള്ളാഹു എന്തെങ്കിലും വഴി നിയമപരമായി അവർക്ക് തുറന്നു കൊടുക്കുന്നത് വരെ നിങ്ങൾ അവരെ അവരുടെ വീടുകളിൽ, നിങ്ങളുടെ വീടുകളിൽ അവരെ തടഞ്ഞു വെച്ചേക്കണം എന്ന് ആദ്യത്തെ നിയമമാണ്. ഭാര്യ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, 4 സാക്ഷികളെ ഹാജരാക്കി. അതിന്റെ ശിക്ഷാ നടപടിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാതെ വീട്ടിനകത്ത് തന്നെ അവരെ തടഞ്ഞു വെച്ചേക്കുക. സൂറത്തുൻ നൂറിൽ ആയത്ത് അവതരിച്ചു. അവരുടെ വ്യഭിചാരം അല്ലെങ്കിൽ അവിഹിത വേഴ്ച 4 സാക്ഷികളെ കൊണ്ട് സ്ഥിരപ്പെട്ടുവെങ്കിൽ ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ, 100 അടി അവരെ അടിക്കണം എന്നുള്ള നിയമം വന്നു. വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം, റജ്മ്, അവരെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമം പിന്നീട് വന്നു. ഈ നിയമം സൂറത്തുൻ നൂറിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയപ്പെട്ട ആദ്യ കാലഘട്ടത്തിലെ ഈ നിയമം അസ്ഥിരപ്പെട്ടു. മനസ്സിലായോ? രണ്ടാമത്തൊരു നിയമം, ബഹുമാനപ്പെട്ട ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കേട്ടോളൂ. കുറേ ഹദീസുകളുണ്ട്, ഒരു ഹദീസ് കേട്ടോളൂ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നസല അലൈഹിൽ വഹ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുകയാണ് എങ്കിൽ അസ്ഫറ അലൈഹി, അതിന്റെ അടയാളം നബിതങ്ങളിൽ ഞങ്ങൾ കാണുമായിരുന്നു. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിത്തടം വിയർക്കും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ അസ്വസ്ഥനാകും. എങ്ങനെയാണെങ്കിലും ആ വഹ്യിയുടെ അടയാളം നമ്മൾ കാണുമായിരുന്നു. വഖറുബ ലിദാലിക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കുകയും
അവിടത്തെയുടെ മുഖത്തിലൂടെ ഞങ്ങളത് വായിച്ച് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്നു. കുറേയേറെ സമയത്തിന് ശേഷം അവിടത്തെ അസ്വസ്ഥതകളൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുദു അന്നി, എനിക്ക് ആയത്ത് അവതരിച്ചിരിക്കുന്നു, ഈ ആയത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളിൻ. എന്താണ് ആയത്ത്? കന്യകയായവർ അഥവാ അവിവാഹിതരായ ആളുകൾ അവർ വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ 100 അടി അവരെ അടിക്കണം എന്ന് എനിക്കിത് ആയത്ത് അവതരിച്ചിരിക്കുന്നു. നീ വിവാഹിതരാണ്, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും 4 സാക്ഷികളെ കൊണ്ടുവരികയും ചെയ്യപ്പെടുകയാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്നുള്ള നിയമവും എനിക്കിതാ ഇറങ്ങിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടായി. രണ്ടാമത്തെ ആയത്ത് വല്ലദാനി യഅതിയാനിഹാ മിൻകും ഫആദൂഹുമാ. ഇത് സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആണാണുമായി പെണ്ണുമായി സ്വവർഗരതിയിൽ ഏർപ്പെടുകയാണ് എങ്കിൽ, അത് നിങ്ങൾക്ക് ബോധ്യമാവുകയാണ് എങ്കിൽ ആദ്യത്തെ നിയമം അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടിക്കണം. എങ്ങനെ? ഒന്നുകിൽ അവരെ പുലഭ്യം പറയണം, അല്ലെങ്കിൽ അവരെ ചെരുപ്പ് കൊണ്ട് നിങ്ങൾ അടിക്കണം, അതുമല്ലെങ്കിൽ അവരെ നാട് കടത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം, അതുമല്ല എങ്കിൽ ഇത് മോശമായ കാര്യമാണ് എന്ന് നിരന്തരം അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കണം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കണം. ഇതായിരുന്നു ആദ്യത്തെ നിയമം. സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആണിനെയും പെണ്ണിനെയും ഒന്നുകിൽ അവരെ പുലഭ്യം പറയുക, അതുമല്ലെങ്കിൽ അവരെ ചെരുപ്പ് കൊണ്ടടിക്കുക, അതുമല്ലെങ്കിൽ അവരെ സതുപദേശം കൊടുത്ത് നിരന്തരം ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുക, അതുമല്ലെങ്കിൽ അവരെ നാട് കടത്തുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് ആദ്യത്തെ നിയമം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫഇൻ താബാ വഅസ്ലഹാ ഫഅഇദു അൻഹുമാ. ഇനി അവര് പശ്ചാത്തപിച്ചു മടങ്ങുകയും അവരവരുടെ പഴയ ആ സ്വഭാവത്തെ മാറ്റി അവർ നന്മയായ കാര്യങ്ങൾ അവർ വ്യാപൃതരാവുകയും അവരവരുടെ നിലപാടുകളെ മാറ്റുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ അവരുടെ മേൽ നിങ്ങൾ കടുത്ത നടപടികളോ തീരുമാനങ്ങളോ ഇതൊന്നുമായിട്ട് അവരുടെ നേരെ പോകാൻ പാടില്ല. നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കൊള്ളണം. ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ കരുണാമയനുമാണ്. ഇതായിരുന്നു ആദ്യകാലത്തിലെ നിയമം. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിലൂടെ സൂറത്ത് നൂറിൽ തന്നെ നിയമം വരികയുണ്ടായി. ലിവാത്തിന്റെ നിയമം അഥവാ സ്വവർഗരതിയുടെ നിയമം എന്ന് പറയപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ റഅയ്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്ത് നബിയുടെ ജനത ചെയ്ത പ്രവർത്തനം ചെയ്യുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല. ആ പ്രവൃത്തി ചെയ്തവരും ചെയ്യാൻ അതിനുവേണ്ടി ഒരുങ്ങിക്കൊടുത്തവരെയും അഥവാ ഫാഇലിനെയും മഫ്ഊലിനെയും ചെയ്തവരെയും ചെയ്യിപ്പിച്ചവരെയും രണ്ടാളുകളെയും നിങ്ങൾ കൊന്നുകൊള്ളുക, കൊല ചെയ്യണം എന്നാണ്. വേറെ പരിപാടിയൊന്നുമില്ല, വേറെ നിയമമൊന്നുമില്ല. ഇതാണ് അവസാനത്തെ നിയമം. അത്രമേൽ കഠിനമായ പാപമാണ് സ്വവർഗരതി എന്ന് പറയപ്പെടുന്നത്. അള്ളാഹുവിന്റെ കഹരിയത്ത്, അള്ളാഹുവിന്റെ കോപം ഭൂമിയിലേക്ക് അതുപോലൊരു ശിക്ഷ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അത്രമേൽ അള്ളാഹുവിനെ കോപിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണ് സ്വവർഗരതി എന്ന് പറയപ്പെടുന്നത്. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ഓരോ രാജ്യങ്ങള് സ്വവർഗ വിവാഹത്തിന് പോലും ലൈസൻസ് കൊടുക്കുന്ന, സ്വവർഗരതിക്ക് ലൈസൻസ് കൊടുക്കുന്ന നാട്. ആ നാടിന്റെ ഇന്നത്തെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അരാജകത്വമാണ്, അശാന്തിയും അരാജകത്വവുമാണ് ആ നാടുകളിൽ നിന്ന് നിലനിൽക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
അപ്പോ ആദ്യകാലത്തിലെ നിയമമാണ് ഈ പറഞ്ഞ ഈ 2 ആയത്തുകൾ. ആയത്ത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു, പക്ഷേ ആയത്തിന്റെ നിയമം ഇന്ന് നടപ്പിൽ ഇല്ല, നടപടിയിൽ ഇല്ല. നടപടിയിലുള്ള നിയമം എന്ന് പറയപ്പെടുന്നത് സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചരിച്ച ആണും പെണ്ണും 4 സാക്ഷികളെ നിലനിർത്തി കൊണ്ടുവരുന്നുവെങ്കിൽ, അവരെ അവിവാഹിതരാണെങ്കിൽ അവരെ 100 അടിയടിക്കുകയും, അത് വിവാഹിതരാണ് എങ്കിൽ അവരെ റജ്മ് എറിഞ്ഞു കൊല്ലുകയും ചെയ്യണം. ഇസ്ലാമിലെ ആദ്യത്തെ ഹദ് അഥവാ എറിഞ്ഞു കൊല്ലൽ നടപ്പിലാക്കിയത് മാഇസ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. മാഇസ് റളിയല്ലാഹു അൻഹു ഇന്നും മദീനയിൽ നിന്ന് മസ്ജിദ് നബവിയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഒരു കുബ്ബ കാണാം. ഒരു മലയുടെ ഭാഗത്തിലായി പഴയ കാലഘട്ടത്തിൽ പണിയപ്പെട്ട കല്ലുകൾ കൊണ്ട് പണിയപ്പെട്ട ഒരു സ്തൂപം, ഒരു കുബ്ബ കാണാൻ കഴിയും. ആ കുബ്ബ നിന്നിരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മഹാനായ മാഇസ് റളിയല്ലാഹു തആല അൻഹുവിനെ ആദ്യമായി ഇസ്ലാമിലെ ആദ്യത്തെ എറിഞ്ഞുകൊല്ലൽ, വ്യഭിചരിച്ചതിന്റെ പേരിലുള്ള എറിഞ്ഞുകൊല്ലൽ നടപ്പിലായത് എന്ന് ചരിത്രം പറയപ്പെടുന്നു. ഇന്നും മദീന സന്ദർശിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും, ആ ഇടം കാണാൻ കഴിയും. പലപ്പോഴും ഞാൻ കൊണ്ടുപോകുന്ന സംഘത്തിനെ കാണിച്ചു കൊടുക്കും. മാഇസ് ആദ്യമായി അള്ളാഹുവിന്റെ റജ്മ് അഥവാ ആയത്ത് റജ്മിനെ നടപ്പിലാക്കിയ ഇടമാണ്. മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല ചെയ്യപ്പെട്ട ഇടമാണ് ആ ഇടം എന്ന് കാണിച്ചു കൊടുക്കാറ്. അപ്പൊ മനസ്സിലാക്കാൻ അത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ 2 കാര്യങ്ങൾ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ മനസ്സിലായല്ലോ, 2 ആയത്തുകൾ. ആ ആയത്തിന്റെ നിയമം ഇപ്പോ ഇല്ല, ആരംഭ കാലഘട്ടത്തിലുള്ള നിയമമാണ്. നിയമം സൂറത്തുൻ നൂറിലെ നിയമം വന്നു കഴിഞ്ഞപ്പോ ഈ ആയത്തിന്റെ നിയമം അസ്ഥിരപ്പെട്ടു പോയി. അതിന് അറബിയിൽ നാസിഖ് മൻസൂഖ് എന്ന് പറയും. സാധാരണ നമ്മൾ പരിഭാഷ വായിച്ചു പോയാൽ ഇത് കിട്ടൂല, ഈ പിടുത്തം കിട്ടൂല. കാരണം പരിഭാഷയിൽ അങ്ങനെ തന്നെ അർത്ഥം എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ടാണ് പരിഭാഷ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഖുർആനിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് നമ്മൾക്ക് എന്ത് വേണം? തഫ്സീറിന്റെ വിശദീകരണത്തിന്റെ ഗ്രന്ഥങ്ങൾ അവലംബമാക്കിയേ നമുക്ക് കഴിയുകയുള്ളൂ. അതിന് പിൽക്കാല പണ്ഡിതന്മാർ അവര് തർജ്ജിമകൾ ചെയ്തപ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്തു? അവരും ഈ തഫ്സീറുകൾ അവിടെ രേഖപ്പെടുത്താൻ തുടങ്ങി, വിശദീകരണങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് പ്രാബല്യത്തിലുള്ള ഒട്ടുമിക്ക തർജ്ജിമകളിലും ഇതേപോലുള്ള വിശദീകരണങ്ങൾ അഥവാ തഫ്സീറിന്റെ കിതാബുകളിൽ വന്നിട്ടുള്ള വിശദീകരണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, കൂടുതൽ പഠനത്തിന് വിധേയമാക്കുക. അഊദു